അവൾ അയച്ച അവസാന ഇമെയിൽ. ബാംഗ്ലൂരിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന യുവാവായിരുന്നു കിരൺ. അവന്റെ ജീവിതം കോഡുകളും ഡെഡ്ലൈനുകളും നിറഞ്ഞതായിരുന്നു. ഒരു ദിവസം അവന്റെ ഇൻബോക്സിൽ ഒരു പുതിയ ഇമെയിൽ വന്നു. സബ്ജക്ട്: റോങ് ഇമെയിൽ, സോറി. അവൻ തുറന്നു. ഹായ്, ഇത് തെറ്റായി അയച്ചതാണ്, ക്ഷമിക്കണം. അവൻ ചിരിച്ചു. പക്ഷെ എന്തോ വിചിത്രമായി അവൻ റിപ്ലൈ ചെയ്തു: ഇറ്റ്സ് ഓക്കെ, ഹാപ്പൻസ്. അതൊരു ചെറിയ തെറ്റായിരുന്നു. പക്ഷെ അതാണ് അവരുടെ കഥയുടെ തുടക്കം. അവളുടെ പേര് സാര. ആദ്യം അവർ സാധാരണ ഇമെയിലുകൾ അയക്കാൻ തുടങ്ങി. പിന്നീടത് ദിവസേനയായിത്തീർന്നു. രാവിലെ ഗുഡ് മോർണിംഗ്, രാത്രിയിൽ ടേക്ക് കെയർ. പക്ഷേ ധീരെ ധീരെ അവരുടെ ഇമെയിലുകൾ ഹൃദയത്തിന്റെ വാക്കുകളായി മാറി. സാര എഴുതി: എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്, കാരണം അതിൽ ഞാൻ യഥാർത്ഥമായി ഞാനാകുന്നു. കിരൺ ചിരിച്ചു: അപ്പോൾ ഞാൻ നിന്റെ വാക്കുകളിൽ നിന്നെ കാണുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവർ ഒരുമിച്ച് കാണാത്തവരായിരുന്നെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നവരായി. ഒരു ദിവസം കിരൺ ചോദിച്ചു: നമ്മൾ ഒരിക്കൽ നേരിൽ കാണാമോ? സാര നിശബ്ദമായി. ഒരു ദിവസം. അതവളുടെ പതിവ് മറുപടിയായിരുന്നു. ഒരു ദിവസം. സാരയുടെ ഇമെയിലുകൾ നിർത്തി. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച. കിരൺ ആശങ്കപ്പെട്ടു. അവൻ നിരന്തരം ഇമെയിൽ അയച്ചു: ആർ യു ഓക്കെ, പ്ലീസ് റിപ്ലൈ. പക്ഷേ മറുപടിയൊന്നുമില്ല. ഒരു ദിവസം ഒരു പുതിയ ഇമെയിൽ വന്നു. സബ്ജക്ട്: ഫ്രം സാരാസ് സിസ്റ്റർ. കിരൺ വിറച്ച് അത് തുറന്നു. ഹലോ, ഞാൻ സാരായുടെ സഹോദരിയാണ്. സാര ഇപ്പോൾ ഗുരുതരമായി അസുഖത്തിലാണ്. അവൾക്കിപ്പോൾ സംസാരിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അവൾ പറഞ്ഞു: കിരണോട് പറയണം, ഞാൻ അവനെ സ്നേഹിക്കുന്നു. കിരണിന്റെ ഹൃദയം നിശബ്ദമായി. അവൻ ഉടനെ അവളെ കാണാൻ പോയി. ആശുപത്രിയിൽ. സാര ശാന്തമായി കിടക്കുകയായിരുന്നു. കിരൺ അവളുടെ അടുത്തേക്ക് നടന്നു. സാര. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. അവൾ ചിരിച്ചു. നീ വന്നു. കിരൺ അവളുടെ കൈ പിടിച്ചു. നീ മറുപടി തരാതെ പോയാലും ഞാൻ വരും. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ആ നിമിഷം അവർ മനസ്സിലാക്കി, ചില പ്രണയങ്ങൾ ഒരു ഇമെയിലിൽ തുടങ്ങും, പക്ഷെ അത് ജീവിതത്തിലെ ഏറ്റവും സത്യമായ ബന്ധമായി മാറും. പിന്നീട് കിരൺ തന്റെ ഇൻബോക്സ് തുറന്നപ്പോൾ അവൻ ഒരു കാര്യമാണ് മനസ്സിലാക്കിയത്: ചില ഇമെയിലുകൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല.